blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമും നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അതിനുവേണ്ടി ഒത്തിരി പേർ മുന്നിലേക്ക് വന്നു. ഇതിനു മുമ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകൾക്ക് കർത്താവെ ലിവർ സിറോസിസിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. തൈറോയിഡ് പ്രോബ്ലം സൗഖ്യമാകട്ടെ. മെൻ്റൽ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുമാത്രമല്ല, തൻ്റെ 2 ആൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഏറ്റവും ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ്, ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്വർഗം തുറന്നവരുടെ മേൽ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ചൊരിഞ്ഞതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് നമ്മൾ പോവുകയാണ്. യേശു ജീവിക്കുന്നത് കൊണ്ട് ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത്, യേശുവാണ് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവൻ ആകുന്നു. ഇന്നത്തെ മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം നിങ്ങൾക്ക് ഫിലിപ്പ് ലേഖനത്തിലുള്ള പഠനം തുടരാവുന്നതാണ്. ബൈബിളും നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും എല്ലാം റെഡിയാക്കി വെക്കുക. റെഗുലറായി അതിൻ്റെ നോട്ട്സ് കുറിച്ചെടുക്കുക. ലെറ്റ്സ് ഗോ വെരി ഫാസ്റ്റ് ടു ടുഡേയ്സ് മിറക്കിൾസ് ടുഡേ ആൻഡ് ടു ടുഡേയ്സ് വേർഡ്. എൻ്റെ പേര് ലറ്റീഷ എന്നാണ്. അതെ, ചില മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ഒരു ബ്ലെസ്സിങ് സെൻ്ററിൽ വന്നത്. ഭാര്യയും ഭർത്താവും ആൻറ്റിയുടെ മകളും കൂടിയാണ് വന്നത്. വളരെ കണ്ണുനീരോട് കൂടിയാണ് അന്ന് ആ കുടുംബം ഇവിടെ വന്നത്. ഞാനിവരെ ഓർക്കുന്നു. എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. ഒത്തിരി കണ്ണുനീരോടെയാണ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ മകൾ വിവാഹശേഷം 4 വർഷം കഴിഞ്ഞു. ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് മകൾ ഭർത്താവുമായിട്ട് ഒട്ടും ചേർന്ന് പോകാൻ സാധിക്കാതെ മകൾ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുകയും ഭർത്താവ് മറ്റൊരിടത്തുമായി 6 മാസമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ അവർ ജീവിക്കുകയായിരുന്നു. ആ ഒരു പ്രശ്നത്തെ മുഖാന്തരമായിരുന്നു, അതിനൊരു വിടുതലിന് വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് ഇവിടെ വന്നത്. നമ്മുടെ ചർച്ചിലുള്ള ലൈല സിസ്റ്ററാണ് ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇവർ പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിൽ വരികയും ബ്രദർ ഡാമിൻ്റെ അടുക്കൽ വന്ന് അതിനുശേഷം ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. മകളും ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരുടെ റിലേഷൻഷിപ്പിനിടയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടു തുടങ്ങി. മാത്രമല്ല, നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിലെ ശുശ്രൂഷകന്മാർ അവരുടെ വീട്ടിൽ ചെല്ലുകയും 2 പേരുടെയും വീട്ടിൽ ചെന്ന് സംസാരിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ ഫലമായിട്ട് ഇപ്പോൾ 1 മാസമായി ഇവർ മകളും മരുമകനും ഒരുമിച്ച് അവർ ജീവിക്കുകയാണ്. നാളെ മകൾ ദുബായിൽ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാണ്. തൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. എത്ര പേര് ഒരു ഹല്ലേലൂയ പറയുക. ഒരുമിച്ച് താമസിക്കുക മാത്രമല്ല, അവർക്ക് ദുബായിലോട്ട് പോകാനുള്ള ഒരു വഴികൾ തുറന്നു. ഭർത്താവിനെയും കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. അസൂയില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? കുടുംബങ്ങൾ ഒരുമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം കർത്താവാണ് അവരെ ഒരുമിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. 2 മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴും അദൃശ്യനായ
ദൈവം അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ആ ബന്ധം ഏറ്റവും കെട്ടുറപ്പുള്ളതായിട്ട് മാറുന്നത്. ഒരിക്കലും പണമല്ല, സ്വത്തല്ല, ബന്ധുബലങ്ങളല്ല, വിദ്യാഭ്യാസമല്ല, കഴിവുകളല്ല, സൗന്ദര്യമല്ല, മറ്റൊന്നുമല്ല മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നത് സാക്ഷാൽ യേശു കർത്താവാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയോ? ആ കുടുംബത്തിന് വേണ്ടി കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്നു മുതൽ അവർ തുടങ്ങുന്ന ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അദൃശ്യനായ യേശുവിൻ്റെ കരം അവരുടെ കുടുംബ ജീവിതത്തിൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റാർക്കും വേർപെടുത്താനാവാത്ത വിധത്തിൽ ശക്തമായൊരു ബന്ധം അവർക്ക് കർത്താവ് കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് താമസിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലും. He is giving 5 things so that we will have a peace that passes all understanding. നോക്കൂ, ഇവിടെ പൗലോസ് നമുക്ക് 5 കാര്യങ്ങൾ നൽകിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല കാര്യങ്ങളെ കവിയുന്ന, അറിവിനെ കവിയുന്ന ഒരു സമാധാനം നമുക്കുണ്ടായിത്തീരും. Number 1, do not be anxious about anything. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് എഴുതിയെടുത്താലും ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്. Here I want to give you something very important. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ പോകുകയാണ്. Number 1, we should not be anxious about anything, but we can be concerned about it. നാം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അവകാശമുണ്ട്. See, being concerned about something will help you to tackle the problem, to find the solution for the problem. But if you are anxious about the problem, that will really kill you. ഓർക്കുക, നാം പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്ന പരിഹാരം ഏതാണെന്ന് നാം കണ്ടെത്തുകയും ആ പരിഹാരങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാനും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനും നമുക്ക് സാധിക്കും. എന്നാൽ വെറുതെ പ്രശ്നങ്ങളെ ചൊല്ലി വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധ്യമല്ല. Luke chapter 10 verse number 41 and 42. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 41-42 വചനങ്ങളിൽ, These days I spoke about that many times. Jesus is speaking to Martha. Martha, Martha, the Lord answered, you are worried and upset about many things, but few things are needed, or indeed only one. Mary has chosen what is better, and it will not be taken away from her. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 41-42 വചനങ്ങളിൽ അതിന് കർത്താവ് ഉത്തരം പറഞ്ഞു, മാർത്തയെ മാർത്തയെ, നീ പലതിനെ പറ്റി ചിന്താകുലപ്പെട്ടും മനസ്സ് കലങ്ങിയുമിരിക്കുന്നു, എന്നാൽ അല്പകാര്യങ്ങൾ അല്ല, വാസ്തവത്തിൽ ഒന്നു മതിയാകും. Jesus had come there as a guest. യേശു കർത്താവ് നോക്കൂ, അവിടെ യേശു കർത്താവ് അദ്ദേഹം അവിടെ ഒരു അതിഥിയായിട്ടാണ് ചെന്നിരിക്കുന്നത്. Martha started worrying about hospitality. യേശുവിനെ സൽക്കരിക്കുന്ന കാര്യമോർത്ത് ഇപ്പോൾ മാർത്ത ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Some women are like this, some housewives are like this. ചില സ്ത്രീകൾ എങ്ങനെയാണ്, ചില വീട്ടമ്മമാർ എങ്ങനെയാണ്, They get worried if they hear that some guests are coming. ചില അതിഥികൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ആകുലചിത്തരാകും. BP will shoot up. I അവരുടെ don't know what to say, I don't know what to cook. അവരുടെ BP പെട്ടെന്ന് ഉയരാൻ തുടങ്ങും. എന്തായിരിക്കും ഞാൻ പാചകം ചെയ്യേണ്ടത്, എന്തായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കേണ്ടതെന്ന് ഓർത്ത് അവർ ആകുലപ്പെടും. Of course we should be hospitable. നിശ്ചയമായിട്ടും നാം ആതിഥ്യ മര്യാദയുള്ളവരായിരിക്കണം. But your hospitality should not take you to the hospital. എന്നാൽ നിങ്ങളുടെ ആതിഥ്യ മര്യാദയുടെ കൂടുതൽ കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകരുത്. The second one in the formula, അപ്പോൾ തന്നെ ഈ സൂത്രവാക്യത്തിലെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, Paul says, offer prayers to the prayer answering God. അവിടെ നാം കാണുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം മുൻപാകെ പ്രാർത്ഥന സമർപ്പിക്കുക. This is the second one. ഇതാണ് ഈ സൂത്രവാക്യത്തിലെ This രണ്ടാമത്തെ is കാര്യം. about
our prayers in general. ഈ പ്രാർത്ഥന എന്നുള്ളത് പൊതുവായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ്. That means we can take anything to God in prayer. അതിന്റെ അർത്ഥം ഇതാണ്, ഏത് കാര്യത്തെയും പ്രാർത്ഥനയാൽ നമുക്ക് ദൈവം മുൻപാകെ എത്തിക്കാൻ സാധിക്കും. One thing special about prayer is that we can take our past life to God. ആ പ്രാർത്ഥനയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമ്മുടെ പഴയകാല ജീവിതത്തെ ദൈവം മുൻപാകെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ സമർപ്പിക്കാൻ സാധിക്കും. We can take our present life to God. അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തെയും നമുക്ക് ദൈവം മുൻപാകെ കൊടുക്കാൻ സാധിക്കും. We can take our future life to God. അപ്പോൾ തന്നെ നമ്മുടെ ഭാവികാല ജീവിതത്തെ വരുവാൻ പോകുന്ന കാര്യങ്ങളെയും ദൈവം മുൻപാകെ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കാൻ സാധിക്കും. We can take our sorrows, we can carry our sorrows to God in prayer. നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ വേദനകളെയും പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. Anything and everything, all things we can take to God in prayer. അതുകൊണ്ട് ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവം മുൻപാകെ സമർപ്പിക്കാൻ Can സാധിക്കും. you shout hallelujah? പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്, Such a big God, such an understanding God we have. ഓർക്കുക, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ അറിയുന്ന എത്ര വലിയ ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. Hallelujah. Hallelujah. The third one in the formula is submit petitions to this compassionate God. ഈ സൂത്രവാക്യത്തിലെ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് സകല അപേക്ഷയാലും ദൈവത്തിന് സമർപ്പിക്കുക. Petitions means pouring out our hearts before God. അപേക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ദൈവം മുൻപാകെ പകരുന്നതിനെയാണ് അപേക്ഷ എന്ന് പറയുന്നത്. It's not like police petition. ഇത് ഒരു പോലീസുകാരന് കൊടുക്കുന്ന പെറ്റീഷൻ പോലെയല്ല. It is pouring out all our sorrows, all the heart before God. നമ്മുടെ ഹൃദയം മുഴുവൻ, നമ്മുടെ വേദനകൾ മുഴുവൻ ദൈവസന്നിധിയിൽ പകരുന്നതാണ് ഈ അപേക്ഷ എന്നുള്ളത്. Especially when we are in a crisis. പ്രധാനമായിട്ടും പ്രത്യേകിച്ച് നാം ചില പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം. Especially when we face a need, a special need. അതുമാത്രമല്ല, ഒരു പ്രത്യേക ആവശ്യത്തെ നാം അഭിമുഖീകരിക്കുന്ന സമയത്തും ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. Suppose you want 10 lakh rupees this month end. ഈ മാസം അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് കരുതുക. Instead of worrying and worrying and worrying and worrying, അത് ഓർത്തോർത്ത് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുകയാണ്. in the face of that special need or crisis, you can go to God and pour out your heart. This is the way we can submit our petitions before God. ഓർക്കുക, എന്നാൽ ഈ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ആവശ്യത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. This is what the first century believers did in Acts chapter 4. ഇത് അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മുടെ ആദ്യ കാല അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ അത് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാം. They faced some threats from the king. രാജാവിൽ നിന്നുള്ള ചില ഭീഷണികൾ അവർ അഭിമുഖീകരിക്കുകയായിരുന്നു. From the government they were facing some threats. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചില ഭീഷണികൾ അവർ നേരിട്ടിരുന്നു. That time all of them gathered together and they began to submit their petition before God. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടി തങ്ങളുടെ അപേക്ഷ അവർ ദൈവം മുൻപാകെ പകർന്നു പ്രാർത്ഥിച്ചു. God came into action. അപ്പോൾ ദൈവം ഒരു നടപടിക്ക് വേണ്ടി അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. He even shook the place where they were gathered and where they were praying. അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങുമാർ ദൈവം അവരുടെ നടുവിൽ വന്നു. All of them were strengthened. എല്ലാവരും അവർ ശക്തിമാന്മാരായി, ആത്മീക ശക്തിയുള്ളവരായി മാറി. They started preaching with more power. അപ്പോൾ അവർ മഹാശക്തിയോടെ അവർ വീണ്ടും പ്രസംഗിക്കാൻ ആരംഭിച്ചു. The fourth thing in the formula, ഈ സൂത്രവാക്യത്തിലെ 4-ാമത്തെ കാര്യം ഇതാണ്, offer thanksgiving to this God. സ്തോത്രത്തോടുകൂടെ സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുക. Hallelujah. Hallelujah. This is an expression of our gratitude for the past help
and blessings. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ സഹായങ്ങൾക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി പ്രകാശനമാണ് ഈ സ്തോത്ര അർപ്പണം എന്നുള്ളത്. I want to say it again. It is an expression of gratitude for the blessings and help that we have received in our past life. കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ സഹായത്തിന്റെയും അനുഗ്രഹത്തിനുമുള്ള നന്ദി പ്രകാശനമാണ് ഈ സ്തോത്രത്തിലൂടെ നാം ചെയ്യേണ്ടത്. Do you know technically what is happening when you offer thanksgiving? നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? We will remember the blessings of the past. നാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകളെ അനുഗ്രഹങ്ങളെ നാം ഓർക്കും. The miracles of the past. കഴിഞ്ഞ നാളുകളിലെ അത്ഭുതങ്ങളെ ഓർക്കും. And we will start thanking the Lord. അപ്പോൾ നാം ചേർന്ന് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. And when we തുടങ്ങും. remember the past miracles and blessings, the faith will increase in our hearts. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും കാര്യങ്ങൾ നാം ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു വലിയ വിശ്വാസം ഇരച്ചു കയറും. This will give us special boldness and energy to face the future. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക ധൈര്യവും ഒരു പ്രത്യേക ഊർജവും വരുവാനുള്ള ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു പ്രത്യേക ഊർജവും ധൈര്യവും അത് പ്രദാനം ചെയ്യുന്നു. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ? Hallelujah. Hallelujah. Now the fifth one. ഇനി ഇപ്പോൾ അഞ്ചാമത്തെ കാര്യം, present your request to God. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. Here request means very clear specific prayer points. ഇവിടെ ആവശ്യങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തതയുള്ള വളരെ വ്യക്തമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. Actually we published the My Prayer Diary just for making your prayer life disciplined. സത്യത്തിൽ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന പുസ്തകം നാം എഴുതിയിട്ടുള്ളത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതത്തെ ഒരു ശരിയായ ദിശയിൽ അല്ലെങ്കിൽ ഒരു അച്ചടക്ക രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. Many people pray general prayers. ഒത്തിരി ആളുകൾ പൊതുവായ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. How to pray specific prayers? അവർക്ക് എങ്ങനെയാണ് വ്യക്തമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടത് എന്ന് അവർക്കറിയില്ല. Some people even think that we should not bother God like that. Let him sit somewhere. I should not disturb him. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹം അവിടെ ദൈവത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കരുത്, അദ്ദേഹം കുറച്ച് നേരം അവിടെ വെറുതെ ഇരുന്നോട്ടെ, അദ്ദേഹം കഷ്ടപ്പെടുത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. But do you know something? എന്നാ നിങ്ങൾക്കൊന്നറിയോ, God loves to have all the details of our life presented to him. ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നാം തന്നെ അവന്റെ മുൻപിൽ പോയി പറയുന്നത് കേൾക്കാൻ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാണ്. Hallelujah. Hallelujah. And Paul is saying, if you do so and so things, these 5 things, you will get the peace of God. പൗലോസ് പറയുകയാണ്, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സമാധാനമുണ്ടാകും. This is called the peace of God. ഇതിനെയാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. Because this is the peace originating from God. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സമാധാനം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവിക സമാധാനമാണ്. God has no tension. ദൈവത്തിന് ഒരിക്കലും ടെൻഷൻ ഇല്ല. God has no stress. ദൈവത്തിന് പിരിമുറുക്കങ്ങളില്ല. He is full of peace. അവൻ പൂർണ്ണമായി സമാധാനപൂർണ്ണനാണ്. That peace is offered to us. ആ സമാധാനമാണ് നമ്മിലേക്ക് വരുവാനായിട്ട് അവൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. Hallelujah. Hallelujah. God has no threats. ദൈവത്തിന് ഭീഷണികളില്ല. God has no challenges. ദൈവത്തിന് ആരും വെല്ലുവിളികൾ ഉയർത്തുന്നില്ല. Hallelujah. Hallelujah. So if you want to have this perfect peace, first of all you should have peace with God. You should be reconciled with God. അതുകൊണ്ട് ഈ ദൈവിക സമാധാനം പൂർണ്ണ അളവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ആ ചാനൽ വളരെ കൃത്യതയുള്ളതാക്കി നാം മാറ്റണം. God is the peace giver. ഓർക്കുക, ദൈവമാണ് സമാധാനം നൽകുന്നവൻ. We are the recipients and we can enjoy his peace. അതുകൊണ്ട് സമാധാന കർത്താവിൽ നിന്നുകൊണ്ട് സമാധാനം സ്വീകരിക്കുന്ന സ്വീകർത്താക്കളാണ് നാം ഓരോരുത്തരും. And there are 2 specialities for this
God's peace. ദൈവത്തിന്റെ സമാധാനത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. Number one, Paul says it can transcend all your understanding. അവിടെ എഴുതിയിരിക്കുന്നു, ഈ സമാധാനം നിങ്ങളുടെ സകല അറിവിനെയും കവിയുന്ന It സമാധാനമാണ്. surpasses all our imagination and calculation. അത് മാത്രമല്ല, നമ്മുടെ സകല ഭാവനകളെയും നമ്മുടെ സകല കണക്കൂട്ടലുകളെയും അപ്പുറം കവിയുന്നതാണ് ഈ സമാധാനം എന്നുള്ളത്. Secondly, it will guard our hearts and minds in Christ Jesus. രണ്ടാമതായിട്ട് ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുന്നതാണ്. God here is a military term. ഇവിടെ കാക്കുക എന്ന് പറയുന്ന പദം എന്നുള്ളത് അതൊരു പട്ടാള പദമാണ്. Just like a soldier is guarding the people of the country, it can guard our hearts and minds in Christ Jesus. ഓർക്കുക, ഒരു രാജ്യത്തിലെ പടയാളികൾ ആ രാജ്യത്തിന് കാവൽ കൊടുക്കുന്നത് പോലെ ഈ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ നമുക്ക് കാക്കും, നമുക്ക് കാവൽ നൽകും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയം മുഴുവൻ വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ എണ്ണം, യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത്, യേശു കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം കൂടെ എഴുതി വെക്കാൻ പോയാൽ ആ പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ദിവസവും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരംശം മാത്രമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര അധികം നമുക്ക് വിശ്വസിക്കാം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ വിടുതലുകളുടെ ഒരു പ്രളയം തന്നെ ജനങ്ങളിൽ ഉണ്ടാകട്ടെ. എൽസി എന്നു പേരുള്ളൊരു സഹോദരി വളരെ മനപ്രയാസത്തിലൂടെ പോവുകയാണ്. ശരീരത്തിൽ രോഗമുണ്ട്, അതുകൂടാതെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന എൽസി, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ദൈവികമായ ഒരു വലിയ സൗഖ്യവും ആ സഹോദരിക്ക് ലഭിക്കട്ടെ ഇൻ ജീസസ് നെയിം. മറ്റു സഹോദരി ശരീരം ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും ശരീരം വല്ലാതെ വീർത്ത് വരുന്ന ഒരു പ്രകൃതമുള്ളൊരു സഹോദരിയെ കർത്താവ്, അതിനാൽ മാനസികമായി വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ആ ചീർക്കുന്നത് മാറിപ്പോകട്ടെ. ആ ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. തൈറോയ്ഡ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കുകൾക്ക് തേയ്മാനമോ അതുപോലെ അതിൻ്റെ ഡിസ്ലൊക്കേഷനോ പ്രൊലാപ്സോ ഒക്കെയുള്ള ചില വ്യക്തികൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യങ്ങൾ നടക്കട്ടെ ഇൻ ജീസസ് നെയിം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഹോസ്പിറ്റലുകളിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ രോഗസൗഖ്യം അവിടെ നടക്കട്ടെ ഇൻ ജീസസ് നെയിം. ശരീരത്തിൽ പഴുപ്പ് ബാധിച്ചിട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കിഡ്നികളുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് സൗഖ്യമാകട്ടെ. ആന്തരാവയവങ്ങൾ സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ശരീരത്തിലെ ചില വ്രണങ്ങൾ ഉണങ്ങാത്തത് ഇന്ന് മുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങാൻ തുടങ്ങട്ടെ. അതുപോലെ വെർട്ടിഗോ എന്ന രോഗമുള്ള, ഇയർ ഇംബാലൻസ് പ്രോബ്ലമുള്ള, എല്ലാം കറങ്ങുന്നത് പോലെ തല നേരെ നിൽക്കാത്ത ആ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കർത്താവെ, അങ്ങ് വിടുവിക്കുന്നതിനാൽ നന്ദി. നിങ്ങളുടെ പ്രശ്നം എന്താണേലും ഞാൻ നിങ്ങളുടെ ആ രോഗമോ പ്രയാസമോ പേരോ ഒന്നും പറഞ്ഞില്ലേ, ഇപ്പോൾ വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് വാ കൊണ്ട് പറയും, യേശുവേ, അങ്ങയുടെ രോഗസൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ സ്വീകരിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
താങ്ക് യു ലോർഡ്. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് ഒത്തിരി നന്ദി. അടുത്ത തിങ്കളാഴ്ച വീണ്ടും വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ അടുക്കിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. വളരെ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയാം, ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി. എന്നാൽ ആ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഞായറാഴ്ചകളിൽ വന്ന് തുടർച്ചയായി ആ കൂട്ടായ്മകളിൽ പങ്കെടുത്ത് യേശുവിൽ ആത്മാവിൽ വളരണം. അതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്ലെസ്സിങ് സെൻറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫാമിലി ഓഫ് ഗോഡ്. ദൈവ കുടുംബമാണ്. പല അപ്പനമ്മമാരുടെ മക്കളാണെങ്കിലും ഒരപ്പൻ്റെ മക്കളായി തീർന്ന് ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്ന അനുഭവമാണ് ബ്ലെസ്സിങ് സെൻറ്ററിലുള്ളത്. സോ യു ആർ വെൽക്കം. കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ കോൾ സെൻറ്ററിലെ നമ്പറുകളിൽ വിളിക്കുക. അവർ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണ് എന്നുള്ളത് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ് സെൻറ്റർ തുടങ്ങുവാൻ സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ. ബൈബിൾ ആൻഡ് വ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം, തൈരും തേനും കൊണ്ട് ഉപജീവിക്കുന്ന ബാലനാരാണ്? ഹൂ ഷാൽ ലീവ് ബൈ കേർഡ് ആൻഡ് ഹണി? ഓപ്ഷൻസ്: എ യോഹന്നാൻ സ്നാപകൻ, ബി ഇമ്മാനുവേൽ, സി യേശു, ഡി മോശെ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് പോയം ബുക്സ് ആണ്.